പ്രിയപ്പെട്ടവരെ, ആ രോഗിയെ ഡോക്ടർ 5 മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത, ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ രോഗത്തിന് മരുന്നല്ല അയാൾ കുടിക്കുന്നത്. രോഗം അധികരിപ്പിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന മറ്റൊരു മരുന്നാകുന്നു രോഗി കുടിക്കുന്നത് എന്നറിയുമ്പോൾ ഡോക്ടർക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാവും. പരീക്ഷാ കൺട്രോളർ അവരുടെ നിയന്ത്രണത്തിൽ പരീക്ഷ പേപ്പർ തയ്യാറാക്കി. SLC പരീക്ഷ വരിക. ഏത് കുട്ടിയും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, സിഖ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, SSLC പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിയും മാത്തമാറ്റിക്സിന്റെ തിയറി അനുസരിച്ച്, അതിന്റെ നിയമം അനുസരിച്ച് അതിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്താലേ വിജയിക്കുള്ളൂ. അവൻ മറ്റെന്തെങ്കിലും ഭംഗിയായി എഴുതി എന്ന് വിചാരിക്കുക, വരാത്ത 10 ക്വസ്റ്റ്യന് വളരെ ഗംഭീരമായി അവൻ ആൻസർ എഴുതിയാലും ആ പരീക്ഷയിൽ അവൻ ജയിക്കാൻ പോകുന്നില്ല. ഇത് പ്രകൃതിയിലെ ഒരു വസ്തുതയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫീസിന്റെ നിയമം അനുസരിച്ച് ജോലി ചെയ്താലേ ശമ്പളമുള്ളൂ, അംഗീകാരമുള്ളൂ. മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരാളുടെ ഇഷ്ടത്തിനൊത്ത് ജോലി ചെയ്താൽ കൂലി ഇവിടെ വന്ന് വാങ്ങുക എന്നത് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പണി ഏൽപ്പിച്ചിട്ടുള്ള ഒരു തച്ചുശാസ്ത്രം അറിയാവുന്ന ഒരു പെരുന്തച്ഛൻ നിങ്ങൾ കരുതിക്കോളൂ, അയാൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി പണിയെടുത്ത് കൂലി വാങ്ങാൻ ഇവിടെ വന്നാൽ നിങ്ങൾ കൂലി കൊടുക്കും. നമ്മൾ വൈകാരികതകൾക്കപ്പുറത്ത് ജീവിതത്തെ കുറിച്ച് ശരിക്കും ആലോചിക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള, ദൈവം പഠിപ്പിച്ചതനുസരിച്ച് പൂരിപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ എന്റേത് നിങ്ങളേത്? അല്ല എങ്കിൽ നമ്മൾ എത്ര നിഷേധിച്ചാലും, നമ്മൾ എത്ര ലാഘബുദ്ധിയോടുകൂടി കണ്ടാലും, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മരണം ആർക്കും നിഷേധിക്കാനാവാത്ത മരണം, ആരുടെ ഭവനങ്ങളിലും കടന്നു വരുന്ന മരണം, ജാതി മതഭേദമെന്നെ മനുഷ്യനെ പിടികൂടുന്ന മരണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്, മരണം കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ എന്താ? പല ആളുകളും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് പറയും. അവർക്ക് വാദിക്കാൻ അവകാശമുണ്ട്, അവർക്ക് വാദിക്കാം. പക്ഷെ അത് ഏതുപോലെ എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അത് ഏതുപോലെയാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നു. ഏതൊരു മാതാവിന്റെ, ശ്രീമതി ടീച്ചറുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 8 മാസം പ്രായമായി, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ കുട്ടി ഭൂമി ലോകത്തേക്ക് വരും. 8 മാസം ഗർഭപാത്രത്തിൽ പ്രായമായ ഒരു കുട്ടിയോട് ഭൂമി ലോകത്ത് ജീവിച്ച് തഴക്കവും പഴക്കവുമുള്ള 50 വയസ്സുള്ള മാധവേട്ടൻ, ഇതൊരു സങ്കല്പമാണ്, നിങ്ങൾ കേൾക്കണം. ഈ കുഞ്ഞിൻ ഇരിക്കുന്ന ഗർഭപാത്രത്തിൽ ചെന്നിട്ട് പറയുന്നു, മോനെ, ഒരു ആൺകുട്ടി ഇങ്ങനെ ജനിക്കാൻ പോകുന്നത്, മോനെ, ഈ പൊക്കിൾക്കൊടിക്കപ്പുറത്ത് മാതാവിന്റെ ഉദരത്തിനും ആന്നയോ കോറിയോൺ പാടയുടെ ഈ 3 ഇരുട്ടറുകൾക്കുള്ളിൽ അനന്തവിസ്തൃതമായ ആകാശം എന്ന ഒരു ലോകം, ഭൂമി എന്ന ഒരു ലോകം, സാഗരങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ആർത്തുരമ്പുന്ന തിരമാലകൾ, അതുപോലെ ഏകകോശ ജീവിയായ ഹമീ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള വലിയൊരു ജീവവർഗമുള്ള വിശാലമായ ഒരു ലോകത്തിലേക്കാണ് 1 മാസവും കൂടെ പിന്നിട്ടാൽ മോനെ നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ ശരിക്കും സങ്കല്പിക്കണം. അങ്ങനെ ഈ കുട്ടി നിഷേധിക്കുന്നു, 8 മാസമായി ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്, ഇതിനപ്പുറത്തൊരു ലോകമോ, ഇതിനപ്പുറത്തൊരു ലോകമോ, ഞാൻ 8 മാസമായി ഈ പൊക്കിൾക്കൊടിയിൽ കിടന്ന് തിരിയുന്നു, ആകാശമോ, ഈ ഗർഭപാത്രത്തെക്കാൾ വിശാലമായ ഒരു ലോകമോ? എന്നിട്ട് ആ കുട്ടി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എല്ലാ യുക്തിവാദികളും ചോദിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുന്നു, ഈ ഗർഭപാത്രത്തിലെ കുട്ടി ഭൂമിയും ആകാശവും പർവ്വതവും സാഗരവും സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാമുള്ള ഈ ഭൂമിയെ നിഷേധിച്ചാൽ, ആ നിഷേധം കൊണ്ട് മാത്രം ഗർഭപാത്രമല്ലാത്ത ഒരു ലോകത്തേക്ക് കുട്ടി വരാതിരിക്കുന്നു? കുട്ടി വരും, നിശ്ചയം കുട്ടി വന്നിരിക്കും. അവൻ നിഷേധിച്ചാലും ദൂതന് നിഷേധിച്ചാലും അമ്മയുടെ ഗർഭപാത്രം പിളർന്ന്, അല്ലെ, ആ പൊക്കിൾക്കൊടിയിൽ നിന്ന് തീർച്ചയായും അമ്മ ആ കുഞ്ഞിനെ പുറംലോകത്തേക്ക് തള്ളുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. അപ്പൊ നിഷേധിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകമില്ല എന്നല്ല. 8 മാസം ഗർഭപാത്രത്തിൽ കൂടിയ ഒരു കുട്ടി പുതിയൊരു ലോകത്തേക്ക് വന്നു. ഇനി മരണത്തിന് ശേഷം ഒരു ലോകമില്ലെന്ന് പറയാൻ തെളിവില്ല, ഉണ്ട് എന്ന് പറയാൻ മാത്രമേ തെളിവുള്ളൂ. വേദങ്ങൾ മുഴുവനും അത് പറഞ്ഞു. ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത, അഥവാ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഞാൻ തെളിവുകളാണ് പറയുന്നത്. 37-ാമത്തെ സൂക്തത്തിൽ പറയുന്നു,
അർജുനൻ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്നു. അർജുനൻ പറഞ്ഞു, ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല, അവർക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ, ഹതോവാ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, കുന്തിപുത്ര, നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം, നിനക്ക് സ്വർഗത്തിൽ പോകാം. കണ്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകാം. അടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണനായി ജനിക്കും, ക്ഷത്രിയനായി ജനിക്കും, ശൂദ്രനായി ജനിക്കും, പന്നിയായും ചണ്ടാലനായും ജനിക്കുമെന്ന് ചാന്തോക്കത്തിന് ശുദ്ധ പറഞ്ഞിട്ടില്ല. മറിച്ച് നീ സ്വർഗത്തിൽ പോകും, വ്യക്തമാണ്, നീ സ്വർഗത്തിൽ പോകും. ഇനി നീ ജയിച്ചാലോ നിനക്ക് ഈ രാജ്യം അനുഭവിക്കുകയും ആവാം. രണ്ടായാലും കുന്തിപുത്ര, യുദ്ധത്തിന് സന്നദ്ധനായി നീ ഇറങ്ങൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ആ സ്വർഗം എന്താണ്? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ആ സ്വർഗം എന്താണ്? നരകത്തെ കുറിച്ച് പറയുന്ന വേദത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങൾ. ഈ 10 മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഈ 10 മണ്ഡലങ്ങളിൽ 1000 ചില്ലാനം വരുന്ന സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും. വേറെയും കുറെ അഭിപ്രായ ഭിന്നതകളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് 10 മണ്ഡലങ്ങളുള്ള ഋഗ്വേദത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ലോകത്തിന്റെ ഒരു സൃഷ്ടാവിനെ കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ചും പറയുന്ന പരാമർശങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇപ്പൊ നരകത്തെ കുറിച്ച് പറയുന്ന അന്തം തമഹ പ്രഭിശംസിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേയഹു സംപൂത്യമരദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. സ്വാമിജി, എന്റെ ഉച്ചാരണത്തിൽ ചേർത്തിട്ടുണ്ട്, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ വേദം പഠിച്ച ആളല്ല. പക്ഷേ ഹതോവ പ്രാപ്സസി സ്വർഗം ഇവിടെ പറയുന്നത് അന്തം തമഹ പ്രഭിശംസിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേയഹു സംപൂത്യമരദഹ. ഈശ്വരനല്ലാത്ത, ദൈവമല്ലാത്ത ശക്തികളെ, സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാത്ത മറ്റു ശക്തികളെ, ദേവിയാവട്ടെ ദേവനാവട്ടെ പിതൃമാനവാദികളെ ആരാധിച്ചവൻ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു എന്ന് പറയും. സാക്ഷാൽ ദൈവത്തെ അല്ലാതെ അവന്റെ സൃഷ്ടികളെ ആറ് വണങ്ങിയോ ആരാധിച്ചുവോ അവർ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. ഇതേ വാചകം ബൈബിളിലുണ്ട്, ഇതേ വാചകം ഖുർആനിലുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ 3 വാചകങ്ങളും ഈ 3 ഗ്രന്ഥങ്ങളിൽ എങ്ങനെ വന്നു? ഈ 3 വാചകങ്ങളും ദൈവികമാണ്. പിന്നെ പല ഗ്രന്ഥങ്ങളിലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ദൈവം അവതരിപ്പിച്ചു എന്നുറപ്പുള്ള, അപ്പൊ നോക്കൂ, ഈ ആൽമരം, ഇതിന്റെ കുരു മുതൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇതിന്റെ എൻഡ് വരെ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിനാവശ്യമായ വെള്ളവും വളവും നൽകുന്ന, അത് ഒബ്സർവ് ചെയ്യാൻ ആവശ്യമായ കഴിവ് ഈ വൃക്ഷത്തിന് നൽകിയ ഒരു സൃഷ്ടാവ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ. ഇപ്പൊ സാധാരണഗതിയിൽ മതസമ്മേളനങ്ങളിലെല്ലാം ഗൗരവമായി പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാം ഏകദൈവ വിശ്വാസികളാകുന്നു എന്നുള്ളതാണ്. ആണോ? നമ്മളെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ് എന്ന് നമ്മളൊക്കെ പറയുന്നു. ഏകദൈവത്തെ ആരാധിക്കുന്നവരാണോ നമ്മൾ? പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളെ ധരിപ്പിക്കുന്ന അതെന്റെ ബാധ്യതയാണ്. അത് പറയൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. കാരണം ഈ മതസൗഹാർദ്ദ സമ്മേളനം ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാം ഈ സദസ്സിൽ ഇരുന്നിട്ടും വസ്തുത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നാൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങുന്നവർ നിങ്ങളിൽ ഉണ്ട് ഭാവിയിലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ ചൂണ്ടി ചോദിക്കും, അല്ലയോ ഇസ്ലാമിനെ പ്രതികരിച്ച പണ്ഡിത, അങ്ങ് വസ്തുത മനസ്സിലാക്കിയിരുന്നുവല്ലോ, ദൈവസന്നിധിയിൽ നടക്കാനിരിക്കുന്ന രക്ഷാശിക്ഷകളെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ, അങ്ങ് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് നാളെ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ എന്റെ ബാധ്യതാ നിർവഹണമാണ്. ഈ പ്രപഞ്ചത്തിനൊരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന വസ്തുത നാം വാശിക്ക് വേണ്ടിയല്ല, വാദിക്കാനല്ല, ജയിക്കാനല്ല. ഞാൻ നോക്കൂ, ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്ന ഒരു നാടാണിത്. ആലുവ കടപ്പുറത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച വാചകം എന്താണെന്നറിയോ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന വല്ലാത്ത ഒരു മുദ്രാവാക്യം. വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ ഈ പറയുന്നത്, അറിയിക്കാനാണ്, അറിയാനാണ്. അറിയാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ, അറിയിക്കാനുള്ള എന്റെ അഭിവാഞ്ഛയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്.
ഏതൊരു കുട്ടിയുടെ വേദനയും നമ്മുടെ വേദനയാണ്, ഏതൊരു മനുഷ്യന്റെ വേദനയും നമ്മുടെ വേദനയാണ്, ഏതൊരു സഹോദരനും ഉണ്ടാകുന്ന രോഗം നമ്മുടെ വേദനയാണ്. ഏതൊരു സഹോദരനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷത്തെ നമുക്കൊരിക്കലും സഹിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ക്ഷേത്ര മുറ്റത്ത് നമ്മളൊക്കെ നിൽക്കും. ഒന്ന് ആകാശത്തിലേക്ക് നോക്ക്. നിങ്ങൾ ഒരുപക്ഷെ നക്ഷത്രങ്ങളെ കാണാം. ആകാശം സൃഷ്ടിച്ചതാരാ? വേറെ ചോദ്യമൊന്നും ഞാൻ ഒരു ദൈവത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങളോട് ഞാൻ ചോദിക്കാം, ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്? ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ഇത് വല്ലാത്ത ഒരു തത്വമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരെയാണ് പ്രിയപ്പെട്ടവരെ ആരാധിക്കേണ്ടത്? ആരാധനക്കർഹനായി ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത്. ഈ പോയിന്റിൽ നമ്മളൊക്കെ യോജിക്കും. ആരാധന ആർക്കാണ്? ആരാധനക്കാരാണോ അർഹൻ അയാൾ. വ്യാജനായ ഒരു ഡോക്ടറെ നമ്മൾ അംഗീകരിക്കും. ഒറിജിനലായ ഒരു ഡോക്ടറെ, 500-ലധികം വ്യാജ ഡോക്ടർമാരുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. എല്ലാ രംഗത്തും വ്യാജന്മാരുണ്ട്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. സാക്ഷാൽ ഈശ്വരൻ ആരാ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സകല 714 കോടി മനുഷ്യരുണ്ട് ഈ ലോകത്ത്. 714 കോടി മനുഷ്യർ. ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ ആരാ? വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ, ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിനെ പ്രദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയും. കാരണം ഖുർആനിൽ 20-ലധികം സ്ഥലത്ത് മനുഷ്യരെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹന്നാസ്. അല്ലയോ മുസ്ലിങ്ങളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ അറബികളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ ഇന്ത്യക്കാരെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ മനുഷ്യരെ. കണ്ടോ, രാജ്യവും ലോകവും അതിർവരമ്പുകളും ഭാഷയും ഗോത്രങ്ങളും കടന്നുള്ള വല്ലാത്തൊരു വിളി. അല്ലയോ പാശ്ചാത്യരെ എന്നല്ല. അല്ലയോ അറബികളെ എന്ന് പറഞ്ഞാൽ അത് സങ്കുചിതമാണ്, വർഗീയതയാണ്. അല്ലയോ ഹൈന്ദവരെ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. അല്ലയോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. മറിച്ച് വിശുദ്ധ ഖുർആനിൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നത് അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ്. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. കേട്ടോ, ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മളൊക്കെ. നമ്മൾ എങ്ങനെ ഭിന്നിച്ചുപോയി? എന്നും മതസൗഹാർദ്ദം പ്രസംഗിച്ച് പിരിയാനാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ചൊരേ ദൈവത്തെ ആരാധിക്കാൻ തമ്മിൽ തല്ലുകൂടാത്തൊരവസ്ഥ ഇവിടെ എങ്ങനെ ഉണ്ടാവും? അടിസ്ഥാനപരമായ ഐക്യട്ടോ, വാക്കിലും എഴുത്തിലും മാത്രമുള്ള താൽക്കാലികമായ ഐക്യമല്ല, നാവിലും പേനത്തുമ്പിലും മാത്രമുള്ള ഐക്യമല്ല, ഹൃദയത്തിൽ നിന്ന് തുറന്ന് ഇതെന്റെ സഹോദരനാണ്, ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരു ദൈവത്തിന്റെ അടിമകളാണ്, ഒരേ വായു ശ്വസിച്ച്, ഒരേ വെള്ളം കുടിച്ച്, ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന ബോധത്തിലേക്ക് മതം മനുഷ്യനെ കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളുടെ ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെ തിരിച്ചിട്ടുള്ളത് എന്തിനാണ്? ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. വ്യത്യസ്ത ഗോത്രങ്ങൾ അഡ്രസ് അയച്ചാൽ രാമന്റെ വിലാസത്തിൽ ഇന്ന സ്ഥലം എന്ന് അയച്ചാൽ അയാൾക്ക് കത്ത് കിട്ടണം. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആരാ ഉത്തമൻ? വല്ലാത്തൊരു പോയിന്റ് ആട്ടോ വേദഗ്രന്ഥം പറയും. ദൈവസന്നിധിയിൽ വെളുത്തവൻ, കറുത്തവൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അങ്ങനെ അറേബ്യക്കാരൻ, പണക്കാരൻ, പണിക്കാരൻ, കറുത്തവൻ, വെളുത്തവൻ ഇല്ല. ദൈവസന്നിധിയിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ദുരവസ്ഥ കുമാരനാശാന മറന്നിട്ടില്ലേ നമ്മൾ കേരളീയർ? നേരത്തെ ഇവിടെ ഫാദർ ഉദ്ധരിച്ച ഒരു ഭാഗം, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം. എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് ധായേ എന്ന് ബി.ആർ. അംബേദ്കറിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് രേഖപ്പെടുത്തുന്ന പിന്നെ അയ്യപ്പന്റെയും അതുപോലെ ഒരുപാട് കവികളുടെയും ജാതീയത ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നു. ഈ സ്ഥിതിവിശേഷങ്ങളുടെ ഒക്കെ നടുവിൽ നോയ്സി വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥമാണ്. 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ വ്യഭിചരിച്ചിട്ടല്ല, നാട്ടു നടപ്പ് തെറ്റിച്ചിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയ കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ. മനസ്സിലായില്ലേ? അത്തരം ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ വിളിക്കുകയാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളൊക്കെ. കണ്ടോ, ഞാനും നിങ്ങളൊക്കെ സഹോദരങ്ങളാണ്. നമ്മളെല്ലാം നോക്കുക, എന്റെ മൂക്കിലൂടെ പോകുന്ന ഉച്ഛ്വാസവായു ശ്വാസവായുവായി നിങ്ങൾ സ്വീകരിക്കുന്നു.
എന്തൊരു അനുഗ്രഹമാണ്! ഒരേ സൂര്യൻ, ഒരേ ചന്ദ്രൻ, ഒരേ ഭൂമി, ഒരേ ദൈവം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കിടയിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇല്ല, വർഗീയതയില്ല, കുരിശു പ്രശ്നങ്ങളില്ല, ദേവീദേവ സങ്കല്പങ്ങളില്ല, ഒന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അതിന് നമ്മൾ മനോഹരമായി മനസ്സിലാക്കേണ്ട വേദത്തിലെ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ വേദങ്ങളും മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളൊക്കെ വേറെ വേറെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വേറെ വേറെ ആരാധനാലയമായി പോയിക്കൊള്ളൂ എന്നല്ല. അത് നിലനിന്നോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാനപരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ്. ലോകത്ത് എവിടെ നോക്കിയാലും മതസ്വാതന്ത്ര്യം ആ നിലക്കുണ്ട്. മതം അറിയാത്തവർ മതസമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാലവും നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് മാത്രമായി, എന്റെ വകയായ ഒന്നും പറയാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു. ഞാൻ പറയുന്നത് നമുക്കൊന്നാകണം, കലാപങ്ങളില്ലാതാകണം, അനവധി സ്ത്രീകളുടെ ദീനരോധനങ്ങളില്ലാത്തൊരു നാട് വേണം, പാവപ്പെട്ട കുട്ടികൾ അനാഥരാകുന്ന അവസ്ഥകളില്ലാതാകണം, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലുന്ന അവസ്ഥകളില്ലാതാകണം. ഹൃദയത്തെ തട്ടി പറയാൻ ഉള്ളും പുറവും, ഉള്ളിൽ വേറൊന്നും പുറത്തു വേറൊന്നും ശീലിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയാൻ, നിങ്ങളോട് മുഴുവനും പറയാൻ, ഒറ്റ ദൈവം എന്ന മഹത്തായ ഒരു സങ്കല്പമുണ്ട്. സൂര്യനെ നമുക്ക് സൃഷ്ടിച്ചു തന്നത് ഒറ്റ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നരവംശ ശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിൽ മനുഷ്യർ വന്നിട്ട് എത്ര കാലം നിങ്ങളൊന്ന് പരിശോധിക്കും. വളരെ ലളിതമായ ഒരു പഠനം. മതം ഗൗരവമായി പഠിക്കണം എന്ന സ്വാമിജിയുടെ വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുപോലെ ക്ഷേത്രങ്ങളില്ല, പള്ളികളില്ല, കാബയില്ല, ഇല്ല, മധുരൈ മീനാക്ഷി ക്ഷേത്രമില്ല, ഗുരുവായൂരപ്പനില്ല, ഒന്നുമില്ല, ശബരിമല ശാസ്താവില്ല, വേളാങ്കണ്ണി മാതാവില്ല, ഒന്നുമില്ല. അപ്പൊ മനുഷ്യനില്ലാത്ത ഒരു കാലത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ആകാശമില്ലേ? ഭാസ്കരേട്ട ഇല്ലേ? ദേവ ഇല്ലേ? മനുഷ്യനില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും സാഗരങ്ങളും ഇല്ലേ? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. ഉണ്ട് എന്നാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ എന്റെ അടുത്ത ചോദ്യം, അതാര് സൃഷ്ടിച്ചു? മുഹമ്മദ് നബി ഇല്ലാത്ത കാലത്ത്, ശ്രീരാമനില്ലാത്ത കാലത്ത്, ശ്രീകൃഷ്ണനില്ലാത്ത കാലത്ത്, അമ്മയും ദേവിയും സ്വാമിയും രവിശങ്കറും ഒന്നുമില്ലാത്ത കാലത്ത്, സ്വാമിജിയും ഞാനും ഒന്നുമില്ലാത്ത കാലത്ത്, മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആര്? അന്നുമുണ്ടല്ലോ സൂര്യൻ, അന്നുമുണ്ടല്ലോ ചന്ദ്രൻ, അന്നുമുണ്ടല്ലോ ആകാശം, അന്നുമുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്കറിയില്ലേ ശ്രീരാമൻ ജനിക്കുന്ന അവസ്ഥാവിശേഷത്തെ കുറിച്ച്? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ അവരൊക്കെ ഇവിടെയുണ്ട്, ആകാശവും ഭൂമിയും ഉണ്ട് അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ 7 മക്കളെ ദേവകി ഇവിടെ പ്രസവിച്ചു ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം യേശുക്രിസ്തുവിന് ജന്മം നൽകി. ആമിന അബ്ദുള്ളയുടെ ദമ്പതികളായി മുഹമ്മദ് ജനിച്ചു. എല്ലാം ഈ ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ? ഇവരൊക്കെ ജനിച്ചപ്പോ ഭൂമി ഇവിടെയുണ്ട്. എങ്കിൽ ഇസ്ലാം മനുഷ്യരോട് ചോദിക്കാൻ, ലോകത്തിലെ എല്ലാ വേദങ്ങളും ചോദിച്ചു ആ ചോദ്യം, മനുഷ്യരെ ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആര്? അവനാണ് സാക്ഷാൽ ഈശ്വരൻ. അവനെ ആരാധിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഒറ്റ കാര്യം, ബല ഈ ഭൂമി നമുക്ക് സംവിധാനിച്ച ദൈവം സാക്ഷാൽ ഈശ്വരൻ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം. വചനത്തിന്റെ അർത്ഥം എന്താണ്? അല്ലയോ മനുഷ്യരെ. കണ്ടോ, നമ്മളൊക്കെ പെട്ടു. സ്വാമിജി വന്നു, അച്ഛൻ വന്നു, ഇവിടെ എല്ലാവരും, MLA വന്നു, പഞ്ചായത്ത് നേതൃത്വത്തിലുള്ളവർ വന്നു, എല്ലാവരും, ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും, നാളെ ഇത് കേൾക്കാൻ പോകുന്നവരും, അവരെല്ലാം വന്നു. ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, സ്വാമിജിക്ക് അഭിപ്രായമില്ല ശ്രീനാരായണ ഗുരുവാണ് സ്വാമിജിയെ സൃഷ്ടിച്ചതെന്ന്? ഇല്ല. യേശുക്രിസ്തുവാണെന്ന് ഒരൊറ്റ ഹിന്ദു ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് സ്വാമിമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാമിമാരുടെ കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്വാമിജിയും ഇന്ന് വരെ ശ്രീരാമനാണ്, ശ്രീകൃഷ്ണനാണ് എന്നെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല. യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചെന്ന് ഫാദറും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും പറയില്ല. മുഹമ്മദ് നബിയാണ് തന്നെ സൃഷ്ടിച്ചതെന്നൊരു മുസ്ലിം പറയില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബിയെയും ശ്രീരാമനെയും യേശുക്രിസ്തുവിനെയും നമ്മൾ ആരാധിക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് വായു നൽകിയ, നിങ്ങൾ നോക്ക്, മാതാമൃതാനന്ദമയി, ഞാൻ അവിടെ പോയിട്ടുണ്ട്, പുട്ടപ്പുറത്തി പോയിട്ടുണ്ട്, രവിശങ്കർ പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്താ അറിയോ? എന്നെ പോലെ വായു ശ്വസിക്കുന്നു. രവിശങ്കർ കോഴിക്കോട് വന്നു,
ഞാൻ ആദ്യമായി അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്റെ ഒരു സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, ഇന്ന് രവിശങ്കറിന് രാവിലെ എന്തായിരുന്നു ഭക്ഷണം? അപ്പൊ ആ ഭക്ഷണം അദ്ദേഹം വിശദീകരിച്ചു. ഉച്ചക്ക് എന്തായിരുന്നു വിശദീകരിച്ചു. നമ്മളെപ്പോലെ ഭക്ഷണം ആവശ്യമുള്ള, വിശപ്പുള്ള, ക്ഷീണമുള്ള, തളർച്ചയുള്ള ആളുകളെ ദൈവമായി ആരാധിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാ സമൂഹത്തിലുണ്ട്. സാക്ഷാൽ മതം ഇത് പഠിപ്പിച്ചില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. നിങ്ങൾ എന്നോട് സങ്കടമൊന്നും തോന്നരുത്. ഇത് നിങ്ങളെ പറഞ്ഞറിയിക്കൽ എന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നിങ്ങളെ ഇത് എത്തിക്കാൻ. ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഞാൻ വാളെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു മതമല്ല ഇത്. മറിച്ച് ഇങ്ങനെ ഒന്നുണ്ട്, അത് നിങ്ങൾ അറിയിക്കേണ്ട ബാധ്യത. മോനെ, ഈ വണ്ടിയുടെ നെട്ടുമ്പോൾ എയിഞ്ഞു പോയിട്ടുണ്ട്, ഈ ടയർ ഇപ്പൊ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഊരിപ്പോവും എന്നൊരു മെസ്സേജ് അത് അറിഞ്ഞ ഒരാൾ പാസ് ചെയ്യുക. അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ. അവിടെ ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാ നാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്നത് എന്താണെന്നറിയോ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥിവിയും ധ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമ. ഈ മഹാപ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളും സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സാക്ഷാൽ പടച്ചതമ്പുരാൻ അല്ലേ? ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവാണെന്ന് ഒരു ഹൈന്ദവനും വിശ്വസിച്ചിട്ടില്ല. അതുപോലെ ഭീമ ഉമ്മിച്ച എന്ന് പറയുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവാണ് അവരെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. സാക്ഷാൽ ലോകത്തിന്റെ സൃഷ്ടാവ്. നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രഥമമായ കൽപ്പനയെക്കുറിച്ച്, ഏറ്റവും ശ്രദ്ധേയമായ കൽപ്പനയെക്കുറിച്ച് ഫാദറോട് പറഞ്ഞു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ അല്ല, ഫാദറോട് ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അതല്ല. ബൈബിളിലെ മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, വേദത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിന് യേശുക്രിസ്തു നൽകിയ മറുപടി എന്താണെന്നറിയുമോ? വളരെ ഗംഭീരമാണ്. 12-ാം അധ്യായം, മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം. ഇസ്രായേലേ കേട്ടാലും, ഇസ്രായേലെ കണ്ട മുഴുവൻ ആളുകളെ, ആ ഗോത്രത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, മൂന്നാളെന്നല്ല, ഏക കർത്താവ്, അവനെ പൂർണ്ണ, അവനെ, അവരെ അല്ല, സിംഗുലർ പ്ലൂറൽ അല്ല, അവനെ, ഏകത്വം, ഏകത്വം, ആ ഏകനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ആരാധിക്കുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 21-ൽ യേശുക്രിസ്തു പറയുന്ന വാക്ക് എന്താണെന്നറിയുമോ? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താ പിതാവിന്റെ ഹിതം? ഈശ്വരന്റെ ഹിതം എന്താണ്? 10 കമാൻഡ്മെന്റ്സ് വായിച്ചോളൂ നിങ്ങൾ. മോശസ് പ്രവാചകൻ നൽകിയ 10 കമാൻഡ്മെന്റ്സ്, 20-ാം അധ്യായം പുറപ്പാട് 1 മുതൽ 6 വരെയുള്ള വചനം. മിസ്രയീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. പ്രതിമ പാടില്ലെന്നാണ് വേദം പഠിപ്പിച്ചത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാചകം വായിച്ചു നോക്കൂ. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തം, ന തസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല. കേനോവിനിഷത്ത് പറയാണ്, യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. ഏതൊരു ദൈവത്തെ നിങ്ങൾ വിഗ്രഹങ്ങൾ വെച്ച് കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നുവോ അത് സാക്ഷാൽ ഈശ്വരനല്ല, നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാരോ. അതിന്റെ ഒരു ഭാഗം സ്വാമിജി ഇവിടെ വിശദീകരിച്ചു. അവനാകുന്നു സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, പരമകാരുണികനായ അള്ളാഹു എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു എന്ന് ഖുർആനിൽ എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിലെ ഒരൊറ്റ വചനം, ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വചനം, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ ആരോ അവൻ ദൈവം. ഉണ്ടോ? ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ. ഈ ഭൂമിയെ എനിക്ക് സംവിധാനിച്ചെന്ന ആരാന്നൊന്ന് പഠിക്കുക. അപ്പൊ മനസ്സിലാവും ശ്രീരാമനല്ല, യേശുക്രിസ്തു അല്ല, മുഹമ്മദ് നബി അല്ല, ജീസസ് ക്രൈസ്റ്റ് അല്ല. കാരണം എന്താ? അവരൊക്കെ ഈ ഭൂമിയിലേക്കാണ് ജനിച്ചത്. വസ്തുത നിങ്ങൾ മനസ്സിലായോ? ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആര് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ആരുമല്ല. അപ്പൊ അവരെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഹിന്ദുധർമ്മ പരിചയം എന്നിട്ടൊരു വലിയ പുസ്തകമുണ്ട്. ഹിന്ദുധർമ്മ പരിചയം എഴുതിയത് കെ പരമേശ്വരൻ പിള്ളയാണ്. കെ പരമേശ്വരൻ പിള്ള, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. ഞാൻ അഡ്രസ് അടക്കം പറയാം. ഒന്നോ പലതോ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങളൊക്കെ വായിക്കണം. ഒന്നോ പലതോ. കെ പരമേശ്വരൻ പിള്ള, പി പരമേശ്വരൻ പിള്ളയല്ല, അത് വിചാര കേന്ദ്രം ഡയറക്ടറാണ്. ഇത് കെ പരമേശ്വരൻ പിള്ള. രണ്ടുപേരെയും മാറിപ്പോകരുത്, അതാണ് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത്.
കെ പരമേശ്വരൻ പിള്ള ഒന്നോ പലതോ എന്ന അദ്ദേഹത്തിന്റെ ഈ ബുക്കിലെ ചാപ്റ്റർ 21 21ാമത്തെ അധ്യായം 148ാമത്തെ പേജ് 3ാമത്തെ പാരഗ്രാഫ് 1, 2, 3 വരികൾ. ഒരവ്യക്തതയിൽ വളരെ കൃത്യമാണ് പറയുന്നത്, വളരെ വ്യക്തത. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഹൈന്ദവ വിശ്വാസം പറയാണ്, ഞങ്ങൾ ഒരു ദേവിയെയും ഒരു ദേവനെയും സ്വയം കഴിവുണ്ട് എന്ന നിലയിൽ ഞങ്ങൾ ആരാധിക്കുന്നില്ല. മറിച്ച് അവർക്കൊരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞത്, ആ സാക്ഷാൽ കഴിവ് കൊടുക്കുന്ന ദൈവല്ലേ, ആ ദൈവത്തോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് സൂര്യന്. 13 ലക്ഷം ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നു. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ. നിങ്ങൾ നോക്ക്, ഈ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ഇതിനെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ എന്റെയും നിങ്ങളുടെയും ഇത്തിരി പോന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? ആ സൃഷ്ടാവിനോട് ചോദിക്കണം എന്നാണ് മതം പറയുന്നത്. പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. 2-ാം അധ്യായം 186ാമത്തെ വചനം. ഓ പ്രവാചക, എന്റെ അടിമകൾ, ദൈവത്തിന്റെ അടിമകൾ മനുഷ്യർ, അവർ നിന്നോട് ചോദിക്കുന്നു ദൈവത്തെ പറ്റി. പറ, ദൈവം അവരുടെ ജീവനാഡിയേക്കാളും അടുത്തവനാണ്. ദൈവം മനുഷ്യനുടെ ഏറ്റവും അടുത്തവന്. ആ അടുത്ത ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണ് നൽകിയ, നമുക്ക് കാത് നൽകിയ, നമുക്ക് ഹൃദയം നൽകിയ, നമുക്ക് ചിന്താശേഷി നൽകിയ സാക്ഷാൽ ദൈവത്തെ അല്ലേ, ഈ ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്വർഗ നരകങ്ങളിൽ, ബഹുദൈവത്വം കൊണ്ട് സ്വർഗ നരകങ്ങളിൽ എത്തിയാൽ, അവിടെ നരകത്തിൽ പ്രവേശിച്ചാൽ അതത്ര ഭയാനകരമായിരിക്കും. ഇസ്ലാം പറയുന്നു, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിച്ച് നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താ? അത് ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യരെ തമ്മിൽ തല്ലരുത്, കഴുത്തറക്കരുത്. നിങ്ങൾ വ്യത്യസ്ത മതത്തിൽ ജീവിക്കുമ്പോൾ പോലും ആ മതസമൂഹത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു. ഖുർആനിലെ ഒരു വാചകം തന്നെ എന്താണെന്നറിയാം? ലാ യൻഹാകുമുല്ലാഹ്, ദൈവം നിരോധിക്കുന്നില്ല. എന്ത്? അമുസ്ലിങ്ങളോട്. മുസ്ലിങ്ങളോട് പറയണം, അമുസ്ലിങ്ങളോട് മൈത്രി ബന്ധം പുലർത്തണം എന്നാ പറയുന്നത്. എങ്ങനെയുള്ള മുസ്ലിങ്ങളോട്? മതത്തിന്റെ പേരിൽ നിങ്ങളെ പീഡിപ്പിക്കാത്ത, നിങ്ങളെ മർദ്ദിക്കാത്ത, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ജീവിച്ച് നല്ല ഐക്യത്തിൽ കഴിയുന്ന അമുസ്ലിങ്ങളുമായി ഏറ്റവും നല്ല സൗഹാർദ്ദത്തിലാണ് നിങ്ങൾ കഴിയേണ്ടത്. തീർന്നില്ല, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. പുണ്യം, അമുസ്ലിങ്ങൾക്ക് പുണ്യം ചെയ്യാൻ. ഞാൻ വളരെ ലളിതമായ ഉദാഹരണം പറയാം. സുനാമി ഉണ്ടായി, ആലപ്പുഴ, കൊല്ലം പ്രദേശങ്ങളിലൊക്കെ വീട് തകർന്നു. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു പ്രദേശത്ത് കുറച്ച് മുസ്ലിങ്ങളുടെ വീടും അതിന്റെ ഇടയിൽ ഒരു അമുസ്ലിമിന്റെ വീടും തകർന്നുപോയി. അവിടെ ഇസ്ലാം മനുഷ്യരോട് ഈ മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ ഈ അമുസ്ലിമായ സഹോദരനും വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കണ്ടോ, ആ അമുസ്ലിമിനോട് പുണ്യം ചെയ്യും. മുസ്ലിങ്ങൾക്ക് വീടുണ്ടാക്കിയതുപോലെ തന്നെ അമുസ്ലിമിന് ഉണ്ടായിക്കൊടുത്തു. ഇത് ഇസ്ലാം വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്ന, നിന്റെ അയൽവാസി ആരായാലും അവൻ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നീ അവന് കൊടുക്കണം, നീ അവന് കൊടുക്കണം, അവനെയും കൂടെ ഉൾപ്പെടുത്തണം. അവന്റെ വഴി ഒരു കാരണവശാലും നീ ബ്ലോക്ക് ചെയ്യരുത്. പച്ചക്കരളുള്ള എന്തിനോട് നീ നന്ദി കാണിക്കണം. ഒരു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച നബിയുടെ ഭാര്യ ആയിഷ ബീവി ആ കയറ് അല്പം വേഗതയിൽ വലിച്ചപ്പോ പ്രവാചകന്റെ വാക്ക്, ആയിഷ, ആ മിണ്ടാപ്രാണിയോട് കരുണ കാണിക്കണേ ആയിഷ എന്നതാണ്. മിണ്ടാപ്രാണിയോട് കരുണ കാണിക്കണം. ഒരിക്കലും ഈ കൈ മറ്റുള്ളവനെ പ്രഹരിക്കാനുള്ളതല്ല, അതുപോലെ അവനെ മർദ്ദിക്കാനുള്ളതല്ല, ഈ നാവ് ഒരാൾ ഉപദ്രവിക്കാനുള്ളതല്ല. പക്ഷേ വസ്തുതാപരമായി നമ്മൾ വിഷയങ്ങളെ പഠിക്കുമ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, മതഗ്രന്ഥങ്ങളെ ആധികാരികമായി നിങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് സംഭവിച്ച ഒരു തെറ്റുണ്ട്. ജനിച്ചു വീണത് ഏതൊരു ഗോത്രത്തിലും ഏതൊരു സംസ്കാരത്തിലുമാണോ ആ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു. അതിന്റെ ശരിയും തെറ്റും നമ്മൾ പഠിച്ചില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മൊബൈലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ആർക്കിടെക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ലോകത്തെ പലതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മുടെ വീടുകളിൽ അവിടെ വളരെ മോശമായി, നമ്മുടെ ഗ്രന്ഥങ്ങൾ, ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. വായിക്കാൻ സന്നദ്ധതയില്ല. വനിത വായിച്ചു, മാപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു, സിനിമാ വീക്കിലികൾ വായിച്ചു, ദിനേന പത്രങ്ങൾ വായിച്ചു. മനുഷ്യന്റെ മോചനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ദർശനം ദൈവം അവതരിപ്പിച്ചിട്ട് അത് വായിച്ചില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ, വിശുദ്ധ ഖുർആൻ മാനവതയുടെ ഗ്രന്ഥമാണ്. നിങ്ങൾ ആ ഖുർആൻ വായിക്കണം. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും
വേദങ്ങളും വായിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അതായത് ഇതിന് സംഘടിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ചത് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകരാണ്. ഞങ്ങളെ കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ പോലും തെറ്റിദ്ധാരണയുണ്ട്. സാരമില്ല, തെറ്റിദ്ധാരണ തിരുത്താവുന്നതേ ഉള്ളൂ. അടുത്തറിഞ്ഞാൽ കുഴപ്പമില്ല, പഠിച്ചാൽ കുഴപ്പമില്ല. ഞങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ നിങ്ങൾക്കറിയുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുടെ പേരിൽ ഒരു സ്മാരകമുണ്ടായി ഇന്നലെ. ഈ മൊയ്തു മൗലവി സാഹിബ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?